CPI നേതാവ് ശ്രീമതി രാഖി രവികുമാർ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീമതി രാഖി രവികുമാർ, അതായത് ഇതൊരു പ്രതിസന്ധി കാലമാണ്, മുൻപ് എപ്പോഴുണ്ടായിരുന്നതിനേക്കാളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നൊരു ചർച്ച വിലയിരുത്തൽ രാഷ്ട്രീയ ഉപരിതലത്തിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ധനമന്ത്രി വലിയ പ്രതീക്ഷയിലാണെന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതിനെയൊക്കെ തരണം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയെന്ന്. അപ്പോഴും കേന്ദ്ര അവഗണന പറയുന്നുണ്ട്, കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറയുന്നുമുണ്ട്. നോക്കൂ, ഈ പ്രതിസന്ധി സമയത്ത് പ്രായോഗികമായി ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ പ്രായോഗികമായ ഒരു ബജറ്റ് എളുപ്പമാണ്. പ്രായോഗികമായിട്ടുള്ളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് ഈ പറയുന്ന കാലഘട്ടത്തിൽ ഒരു വലിയ സ്ട്രാറ്റജി തന്നെയാണ്. നമുക്കിപ്പം അറിയാവുന്ന, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മോദി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിനോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തെക്കുറിച്ച് ഏത് ജനങ്ങളും ഒന്നടങ്കം സമ്മതിക്കുന്ന ഒന്നാണ്. സാമ്പത്തിക പ്രതിസന്ധി നമ്മളെ ഇത്രയും രൂക്ഷമാക്കാനുള്ള കാരണം തന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒന്നാം LDF സർക്കാരിന് ശേഷം അധികാരത്തിൽ വന്ന രണ്ടാം LDF സർക്കാർ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളിൽ തരണം ചെയ്യേണ്ടി വന്നു. ആദ്യത്തെ പ്രതിസന്ധികളെയെല്ലാം തന്നെ നമുക്ക് ഒരു പരിധിവരെ തരണം ചെയ്യാൻ പറ്റിയത് അന്ന് GST വിഹിതവും അതോടൊപ്പം ഡെഫിസിറ്റ് ഫണ്ടിൻ്റെ വിഹിതങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ രണ്ടാമത് വന്ന സമയത്ത് നമുക്കിതെല്ലാം ഇല്ലാതായി. അതിലൊക്കെ ഉപരിയായി കടമെടുക്കുന്ന പരിധി പോലും നിങ്ങളതിന് കണക്കാക്കിക്കൊണ്ട് നമുക്കതിന് പോലും പരിധി നിശ്ചയിച്ചു. സ്വാഭാവികമായും എത്ര കണ്ട് നമുക്ക് വളരെ ആഴത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ അതിജീവിക്കാനുള്ള പ്രവർത്തനം നടത്താൻ പറ്റും. ഇവിടെ നമുക്കറിയാം, വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു കാലഘട്ടത്തിലും ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ പെൻഷൻ എമൗണ്ടിൽ നിന്ന് എത്ര കണ്ട് ഇരട്ടിയാണ് ഇപ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന 1600 പെൻഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ ആ പെൻഷന് പോലും കൊടുക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ മേഖലകളിൽ നമ്മൾ ചിലവഴിക്കുന്ന പണമാണ് അധിക ചിലവ് എന്നുള്ള രീതിയിൽ പോലും കണ്ടെത്തലുകൾ വരുന്നത്. ഇങ്ങനൊരു ഇത്തരത്തിൽ ഇവിടെ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിമാർ അഭിപ്രായപ്പെടുന്നത് കണ്ടു, നിങ്ങൾ പാപ്പരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറവാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ ഉടനെ മോദി ഗവൺമെൻറ് ഇങ്ങോട്ട് പണം തരുമെന്നുള്ളത്. ഇതൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും ഇതിനെ അതിജീവിക്കുവാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഗവൺമെൻറ്റിനും വ്യക്തമായിട്ടുള്ള പുതിയ സ്ട്രാറ്റജികൾ കണ്ടെത്തി വരും. ഇപ്പം കഴിഞ്ഞ ദിവസം കിഫ്ബിയുടെ ടോൾ പിരിവിനെ കുറിച്ചൊരു ചെറിയ ഒരു ആലോചനാ യോഗം പോലും, ഒരുപക്ഷെ ക്യാബിനറ്റ് ആലോചിച്ചില്ല, മറ്റു കാര്യങ്ങളൊന്നും വന്നില്ല. ആലോചനാ യോഗം പോലും വലിയ ഒരു വിഷയമായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുക്കുന്നത്. കേരളത്തെക്കുറിച്ചൊരു അടിസ്ഥാനപരമായി ജനങ്ങൾക്കുള്ളൊരു വിശ്വാസമുണ്ട്. ഇപ്പം ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കൊടുക്കുന്ന ഇപ്പം OP ടിക്കറ്റിന് വില കൂട്ടിയാൽ അത് വാർത്തയാകുന്നു. ഏത് തരത്തിലാണ് ഒരു ഗവൺമെൻറ്റിന് സാമ്പത്തികമായി മുന്നോട്ട് വരാൻ പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. എല്ലാ തരത്തിലും മൂക്ക് കയറിട്ട്, കഴിഞ്ഞ ദിവസം ധനമന്ത്രി തന്നെ സൂചിപ്പിച്ചു, കൈ കെട്ടിയിട്ടിട്ട് അല്ലെങ്കിൽ കാല് കെട്ടിയിട്ട് ഓടാൻ പറയുന്ന അവസ്ഥയല്ല, കൈയും കാലും കെട്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അതിൽ നിന്ന് നീന്തി കരകയറാൻ പറയുമ്പോൾ ശ്വാസം മുട്ടുന്നൊരവസ്ഥയിലാണ് ഈ ഗവൺമെൻറ്റിനെ കൊണ്ടെത്തിച്ചത്. അതിൽ നിന്ന് വേണം അതിനെ ഓവർടേക്ക് ചെയ്ത് വേണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടത്താൻ. ഇപ്പം പക്ഷേ മാഡം, ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, അതായത് കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, ഞാൻ ആ കണക്ക് ഒന്നുകൂടി പറയുകയാണ്, നേരത്തെയും പറഞ്ഞതാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് 8516 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. കേന്ദ്രം തന്നതടക്കം ചെലവാക്കിയത് വെറും 3719 കോടി മാത്രം. അതായത് 43.67% മാത്രമാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ 1-2 മാസം മാത്രം ബാക്കി നിൽക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നോർക്കണം. 43.67% മാത്രം. ബാക്കി തുക പദ്ധതികളുടെ നടത്തിപ്പിനായി പോലും വിനിയോഗിക്കാതെ, ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മാത്രമല്ല, തദ്ദേശ പദ്ധതികളുണ്ട്, സംസ്ഥാന പദ്ധതികളുണ്ട്, ആകെ പദ്ധതി വിഹിതമുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർക്കണം. അതായത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് നടപ്പാക്കിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. അത് തെറ്റായില്ലേ? നമ്മൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് മുഴുവനായി കേന്ദ്രത്തിൻ്റെ ഫണ്ട് മാത്രം വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നത്? ഉദാഹരണം, ഇവിടെ സ്മാർട്ട് സിറ്റി പദ്ധതി നടക്കുന്നു, നമ്മുടെ നാട്ടിൽ അമൃതിൻ്റെ പദ്ധതി നടക്കുന്നു. ഏത് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകളും സെൻട്രലി സ്പോൺസേഡ് പ്രോജക്ട്സ്, ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നു. എത്ര കണ്ടാണ് നിങ്ങൾ നൽകുന്ന വിഹിതം? ആ വിഹിതങ്ങളിൽ നിന്ന് ബാക്കി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അലോട്ട്മെൻറ്റ് ചെയ്യുന്ന ആ ഫണ്ടിൽ നിന്ന് കണ്ടെത്തണം. അതിലുപരിയായി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പുറമെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്ന് കണ്ടെത്തണം. ഈ ഫണ്ടുകളുടെ എല്ലാം എമൗണ്ടുകൾ
കാര്യക്ഷമമായി കുറവ് വരുത്തിയിട്ട് കേന്ദ്രം തരുന്ന പദ്ധതികളിൽ വിഹിതമുണ്ട് എന്ന് പറയുന്ന കണക്കിലെ കളികൾ കൊണ്ട് വളരെയധികം മാജിക്ക് കാണിക്കുന്ന ഒരു ധനമന്ത്രിയാണ് ഇന്ന് കേന്ദ്രം അന്നും ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിൽ ഈവൻ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ തിരുവനന്തപുരം നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാം, സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിനെ കുറിച്ച് വലിയ വിമർശനമുണ്ട്. ആ പ്രോജക്റ്റിൽ കൊടുത്തിരിക്കുന്ന വിഹിതത്തിൻ്റെ ആ പറയുന്ന ഇതിൻ്റെ ആനുപാതികമായി സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനും ഉൾപ്പെടെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇതിനെല്ലാം തന്നെ അർഹമായിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വിഹിതങ്ങൾ തരാതെ നിങ്ങൾ ഫണ്ട് നടത്തിക്കൊണ്ട് മാത്രം ഒരു പ്രോജക്റ്റും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും ഈ കേരളത്തിലെന്ന് മാത്രമല്ല ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ഫണ്ടുകൾ മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ അമൃതിൻ്റെ ഫണ്ട് ഒരു 500 കോടി മാറ്റി അല്ലെങ്കിൽ 200 കോടി മാറ്റി എന്ന് കണക്ക് പറയുമ്പോഴും ആ 200-ന് ആനുപാതികമായി സ്റ്റേറ്റ് ഗവൺമെൻറ് മാറ്റേണ്ട സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറ്റേണ്ട സ്ഥാപനമുണ്ട്. അതിന് വിഹിതം നമുക്ക് തരുന്നില്ല. ഫെഡറൽ സംവിധാനമുള്ളൊരു സ്റ്റേറ്റിലേക്ക് വിഹിതങ്ങൾ തരുന്നില്ലെങ്കിൽ എങ്ങനെ ആനുപാതികമായി മാറ്റി? ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തന്നെ പ്രവർത്തനങ്ങൾ വളരെ കാര്യമായി നടക്കുകയാണ്. എത്ര ഷെയറാണ് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് തരുന്നതെന്ന് അറിയാം. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രോജക്റ്റിനും നമ്മളിവിടെ ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാത്തൊരു സാഹചര്യം ഈ കേരളത്തിലുണ്ടോ? ശരി, ഈ KN ബാലഗോപാൽ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞത് കേന്ദ്ര അവഗണന ഉണ്ടായാൽ ഒരു പ്ലാൻ ബി നമുക്കുണ്ട് എന്നാണ്. അപ്പോൾ ഇപ്പോഴും കേന്ദ്ര അവഗണന ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതായത് പ്ലാൻ എ പൊളിഞ്ഞു, ആ പ്ലാൻ ബി എന്തായി? ഞാൻ ചോദിക്കട്ടെ, പ്ലാൻ ബിയും പ്ലാൻ എയെ കുറിച്ചുമൊക്കെ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യുന്നതാണ്. എന്തിന് കേരളം പോലൊരു സ്റ്റേറ്റിനെ നിങ്ങൾ പ്ലാൻ ബിയിലെ അവസ്ഥയിലേക്ക് ചിന്തിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി? ഈ പറയുന്ന 1-ാം തീയതി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഒന്നെടുത്ത് പരിശോധിച്ചാൽ അറിയാലോ, കേരളത്തിന് 2600 കോടി രൂപയുടെ വയനാട് പാക്കേജ് ഉൾപ്പെടെ വയനാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പാക്കേജ് ചോദിച്ചിരുന്ന ഒന്നിൽ 1 രൂപയുടെ ഒരു വിഹിതമെങ്കിലും നമുക്ക് തന്നു. ഇവിടെ നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി വയനാട് ചൂരൽമല മുണ്ടക്കയൊക്കെ സന്ദർശിച്ചുകൊണ്ട് നടത്തിയ അഭ്യാസ പ്രകടനങ്ങളെന്ന് തന്നെ ഞങ്ങൾക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. എന്തെല്ലാം നമ്മൾ കണ്ടതാണ്. അതൊരു അതിതീവ്രമായിട്ടുള്ളൊരു അപകടമാണ് എന്നുള്ളത് പോലും രേഖപ്പെടുത്തിയിട്ട് എത്ര കണ്ട് ആ പറഞ്ഞ ഒരു ഏറ്റവും അടിയന്തരമായി ഇപ്പോൾ കേരളത്തിന് കിട്ടേണ്ട വിഹിതം പോലും തരാത്ത ഒരു സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് പ്ലാൻ ബിയിലേക്ക് ഞങ്ങൾ എത്തിച്ചപ്പെടണം അല്ലെങ്കിൽ പ്ലാൻ ബി നിങ്ങൾ ആലോചിക്കണം എന്ന് പറയാൻ കേരളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സ്റ്റേറ്റ് ആയതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഈ ഫെഡറൽ സംവിധാനത്തിലുള്ള മറ്റ് ഗവൺമെൻറ്റുകളെ പോലെ ഞങ്ങളെയും പരിഗണിക്കേണ്ട ഒരു സംസ്ഥാനമല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ പ്ലാൻ ബിയെക്കുറിച്ച് ചിന്തിക്കൂ, പ്ലാൻ ബിയെക്കുറിച്ച്? നിങ്ങളുടെ നീതി ആയോഗിൻ്റെ ഏത് റിപ്പോർട്ട് എടുത്താലാണ് കേരളത്തിന് കുറവുണ്ട് എന്ന് പറയുന്നത്? എല്ലാത്തിനും അവാർഡ് ഉൾപ്പെടെയുള്ളത് ഏത് മേഖലയിലെ പ്രവർത്തനം, ഇപ്പോൾ കാർഷിക മേഖലയിലെ പ്രവർത്തനം, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, അങ്ങനെ ഓരോ മേഖലയിലെ പ്രവർത്തനം, ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനം, എല്ലാത്തിലും ഞങ്ങൾ ഒന്ന് എന്ന് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ മാത്രം നിങ്ങൾ പ്ലാൻ ബിയിലേക്ക് എത്തിച്ചേരണമെന്ന് പറയുന്നു? പ്ലാൻ ബിയിലേക്ക് പോകുന്നതിന് നേരത്തെ പറഞ്ഞ അതേ അവസ്ഥയാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കയ്യും കാലും കെട്ടി വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരണം എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ഈ കേരളത്തോട് കാണിക്കുന്നത് ചിറ്റമ്മ നയം ആണ് എന്ന് ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയും. പ്ലാൻ ബിയെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണോ? ഒരുപക്ഷെ അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാകത്ത്. ഇപ്പോൾ ഇവിടെ ധനമന്ത്രി തന്നെ ഇപ്പം ബഡ്ജറ്റിന് മുമ്പ് സംസാരിച്ചപ്പോഴും സൂചിപ്പിച്ചു, ഞങ്ങൾ അതിനെയൊക്കെ അതിജീവിക്കുന്നു. അതിനെ അതിജീവിക്കുന്നത് ഈ വിഹിതങ്ങളുടെ എല്ലാം വെട്ടിക്കുറവുണ്ടാകുമ്പോഴും നമ്മുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ കുറവുകൾ സംഭവിച്ചു. 1 മാസം പെൻഷൻ മുടങ്ങിയിട്ടുണ്ടോ? 1 മാസം ശമ്പളം മുടങ്ങിയ ഒരു കാലഘട്ടമുണ്ടോ? നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടത്തിയ ചർച്ചകളിൽ കേരളത്തിലെ അടുത്ത വർഷങ്ങളിൽ, അടുത്ത മാസങ്ങളിൽ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യമാണെന്ന് നിരവധി ചർച്ചകൾ നടത്തി. നമ്മുടെ ചാനലുകളെല്ലാം ചർച്ചകൾ നടത്തി. ഏത് മാസമാണ് ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ഏത് വികസന പ്രവർത്തനമാണ് അതിൻ്റെ പേരിൽ നിർത്തിവെച്ചത്? വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചോ? സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചോ? അമൃതിൻ്റെ പദ്ധതി നിർത്തിവെച്ചോ? നമ്മുടെ ലൈഫ് ഭവന പദ്ധതി നിർത്തിവെച്ചോ? ഏത് മേഖലയിൽ? വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് അമിതമായി ഫീസ് അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായോ? പദ്ധതികളെല്ലാം സുഗമമായി നടക്കുന്നുണ്ടെങ്കിൽ, എല്ലാം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ആവലാതി എന്തിനാണ്? അല്ല, അതെങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളത് അതിനെല്ലാം ഒരു ഈ പറഞ്ഞ പോലെ പ്ലാൻ ബി നടപ്പിലാക്കി വരുന്നതിൻ്റെ ഭാഗമല്ലേ? നിങ്ങൾ പറഞ്ഞ വിഹിതങ്ങളൊന്നും കൃത്യമായി ഞങ്ങൾക്ക് തരാതെ ഈ പറയുന്ന ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ധനമന്ത്രി അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി പറയേണ്ട നിലപാടാണോ കഴിഞ്ഞ ദിവസം ശ്രീ തോമസ് കുര്യൻ സൂചിപ്പിച്ചത്? നിങ്ങൾ പാപ്പരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യമാണെന്ന് നിങ്ങൾ മോദിക്ക് എഴുതി കൊടുക്കുമോ, അപ്പോൾ മോദി നിങ്ങൾക്ക് തരും. അങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു ഷെയറാണോ? അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ചോദിച്ചു വാങ്ങേണ്ട ഒരു സംവിധാനമാണോ? കേരളത്തിന്
അർഹമായിട്ടുള്ള വിഹിതങ്ങൾ തരേണ്ടത് ഇവിടുത്തെ എല്ലാവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങളെയും മുൻനിർത്തിയാണ്. ഇവിടെയും ഉള്ളത് ജനങ്ങളാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പം ആരോഗ്യ മേഖലയിൽ ഇത്ര കണ്ട് മുന്നോട്ട് വന്നത്? ആരോഗ്യ മേഖലയിൽ ഏത് പ്രവർത്തനങ്ങൾ പരിശോധിച്ചാലും കേരളത്തിൽ മുൻപോട്ട് വന്നത് ഈ കാലഘട്ടത്തിൽ, നമ്മുടെ കോവിഡ് കാലഘട്ടം ഉൾപ്പെടെയുള്ള ഓരോ കാലഘട്ടം പരിശോധിക്കുമ്പോഴും മറ്റെല്ലാ സംസ്ഥാനത്തിലെയും മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും മാതൃകാപരമായി കേരളം പ്രവർത്തിച്ചത് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളുടെ മുൻപിലുള്ളത് കൊണ്ടാണ്. അവിടെ ജനങ്ങൾക്ക് വേണ്ടുന്നത് അത്തരത്തിലൊരു സാമ്പത്തികമായിട്ടുള്ള അഡ്വൈറൽ. ഇപ്പം നിങ്ങൾ പറയുന്ന പല പ്രോജക്റ്റുകളും ഇപ്പം എന്തുകൊണ്ടാണ് കേരളം ചെലവ് കൂടുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നതിന് കാരണം എന്താ? നമ്മുടെ നാട്ടിൽ ഒരു എംപ്ലോയ്മെൻറ്റ് വിഷയം വന്നാൽ, ഒരു നിയമനത്തിൻ്റെ വിഷയം വന്നാൽ, അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിലുള്ള വിഷയങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, കേരള ഗവൺമെൻറ് ഒരു കാലഘട്ടത്തിലും ഒരു സുസ്ഥിര തൊഴിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് ഒരു തൊഴിൽ അല്ലാതെ പ്രഖ്യാപിച്ചിട്ടേ ഇല്ല. നിങ്ങളുടെ പോളിസി എന്താണ്? ഇവിടെ ഗവൺമെൻറ് മേഖലയിൽ എത്രയോ വേക്കൻസികൾ ഇന്നും നമുക്കറിയാം UPSC റിപ്പോർട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ ഉണ്ടായിട്ട് പോലും അതിനെ നികത്തുന്നില്ല. നമ്മൾ കോൺട്രാക്ട് ലേബേഴ്സിനെ കുറിച്ചും കോൺട്രാക്ട് മേഖലയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ നാഷണൽ ലെവൽ ചിന്തിക്കുമ്പോൾ കേരളം ഇപ്പോഴും സർക്കാർ ജീവനക്കാരായി സുസ്ഥിരമായിട്ടുള്ള തൊഴിൽ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ ക്ഷമത അല്ലെങ്കിൽ തൊഴിലിന് സുരക്ഷിതത്വം ഒക്കെ കൊടുക്കണമെന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോഴും ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു. ഞങ്ങൾ അത് സാമ്പത്തികമായി മാത്രം കാര്യങ്ങൾ കാണുന്നത്. ഈ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, ക്ഷേമ പെൻഷൻ ഇപ്പോഴും മുടക്കമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും ആത്മവിശ്വാസം ഇപ്പോഴും നല്ലതാണല്ലോ. നിലവിലത്തെ അവസ്ഥയിൽ ഇപ്പോൾ എത്ര പ്ലാൻ B എന്നും പ്ലാൻ A എന്നും ഒക്കെ പറഞ്ഞാലും നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് സംശയമില്ല. ഇപ്പോൾ കിഫ്ബി പോലും പ്രതിസന്ധിയിലാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന് മേലെ കുറച്ച് ചായം പൂശി അവതരിപ്പിക്കാമെന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. നോക്കൂ, പ്രായോഗികമായി നമ്മൾ ചിന്തിച്ചാൽ ഇന്നിപ്പോൾ ഒരു ബജറ്റ് അവതരണം വരുന്നു. അതിലെന്തെങ്കിലും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം. ആ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടപ്പാകുന്നതാവണം. അത് പ്രാവർത്തികമായി ജനങ്ങളിലേക്ക് എത്തണം. ഇതൊക്കെ വേണമെങ്കിൽ ഇടതു നയവ്യതിയാനം വേണ്ടി വരില്ലേ? ഇവിടെ സൂചിപ്പിച്ചത് ഇപ്പം നമ്മുടെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് ഇടത് നയം വ്യതിയാനം ഉണ്ടാക്കിയേ പറ്റുമെന്നാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇറക്കിയ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട്. അത് പരിശോധിച്ച് കാണും. പ്രകടന പത്രികയിൽ ഈ ജനങ്ങളോട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത് 1, 2 ആയി നമ്മൾ അവതരിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും അതിലുപരിയായിട്ടുള്ള കാര്യങ്ങളും കൂടെ നടപ്പിലാക്കിക്കൊണ്ടാണ് ഒന്നാം ഇടതുപക്ഷ LDF സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ട്, ഇവിടെ സൂചിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടത് ജനങ്ങളോട് ഞങ്ങൾ എന്ത് കമ്മിറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് അധികാരത്തിൽ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാമതാണ് കേരളത്തിൽ അങ്ങനെ ഒരു അധികാര തുടർച്ച ഉണ്ടാകുന്നത്. എന്നാൽ ആ അധികാര തുടർച്ചയിൽ വന്ന കാലഘട്ടം മുതൽ നിങ്ങളെടുത്ത നയസമീപനം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോടുള്ള നയസമീപനം, ഇവിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് ഒക്കെ പറയുന്നുണ്ടല്ലോ. ഈ കേരളത്തിനോട് എപ്പോഴാണ് ഒരുമിച്ച് കേന്ദ്ര ഗവൺമെൻറ് സഞ്ചരിച്ച ഒരു കാലഘട്ടം ഒന്ന് പറഞ്ഞു തരാമോ? ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല, പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല, നമുക്കിവിടെ ഓഖി വന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല, നിപ്പ വന്ന കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടുന്ന ഒരു സഹായവും അധികമായി ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ രണ്ടാമത് നമ്മൾ LDF അധികാരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ GST, നിങ്ങൾ GST കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്ന കാലഘട്ടത്തിൽ GST വിഹിതം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ GST വിഹിതമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഇനത്തിൽ ടാക്സ് കൂട്ടിയെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ സോഴ്സ് കണ്ടെത്താൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലാത്ത തരത്തിലേക്ക് GST നടപ്പിലാക്കി. ഇപ്പോൾ GST വിഹിതവും കൂടി ഇല്ലാതാക്കിയ ഒരു സാഹചര്യം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വന്നപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ പറയുന്ന ലൈഫ് ഭവന പദ്ധതി, ഇവിടെ ലൈഫ് ഭവന പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നു. നിങ്ങൾ PMAY എന്ന് പറയുന്നു. 4.5 ലക്ഷം രൂപയാണ് ഒരാൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായി കൊടുക്കുന്ന ഒരു വിഹിതം അല്ലെങ്കിൽ ആ പ്രോജക്റ്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന തുക കേരളത്തിൽ. അതിൽ 1.5 ലക്ഷം രൂപ മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടായി ഇവിടെ അനുവദിക്കുന്നത്. ബാക്കി തുക മുഴുവൻ നമുക്ക് കിട്ടുന്ന ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിന് അനുവദിക്കുന്ന ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്നും, അതോടൊപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് താഴെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പ്രവർത്തനങ്ങളുടെ വിഹിതത്തിൽ നിന്നും വേണം ബാക്കി തുക കണ്ടെത്താൻ. അപ്പം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ എത്ര വിഹിതമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്? ഇവിടെ ഒരുപാട് കണക്കില്ല, കോടികളുടെ കണക്കുകൾ നിങ്ങൾ എപ്പോഴും പല റിപ്പോർട്ടുകളിലും ചാനലുകളിലും ചർച്ച ചെയ്യുമ്പോൾ സൂചിപ്പിക്കാറുണ്ട്. കോടികൾ നിങ്ങൾ വിടും, നിങ്ങൾ ഒരു വ്യക്തിപരമായ ഒരു ആനുകൂല്യത്തിൽ നിന്ന് തുടങ്ങണം. ഇവിടെ ജലജീവൻ മിഷൻ നടപ്പിലാക്കാൻ ഇവിടെ വളരെ വിമുഖതയുണ്ട്, അല്ലെങ്കിൽ നടപ്പിലാക്കുന്നില്ല, പൂർവ്വ ശക്തിയിൽ പോകുന്നില്ല. ജലജീവൻ മിഷൻ എന്താ? എല്ലാവർക്കും പൈപ്പ് ലൈൻ വഴി വെള്ളം
കേരളത്തിൽ നമുക്കറിയാം കുടിവെള്ളത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും നല്ല ഒരു സംസ്ഥാനം, ഏറ്റവും മാലിന്യമില്ലാത്ത കുടിവെള്ളം ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണ്. നമ്മുടെ കിണറുകളും നമ്മുടെ പുഴകളും നമ്മുടെ എല്ലാ സോഴ്സുകളും വൃത്തിയാക്കുവാൻ ഹരിത കേരളം പദ്ധതി ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള നടപ്പിലാക്കുകയും നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരിക്കലും പൈപ്പ് ലൈനിലൂടെ വെള്ളമല്ല. ഇവിടെ വെള്ളത്തിന് കുറവുള്ളൊരു സംസ്ഥാനമേ അല്ല. പക്ഷെ മറ്റു പല പ്രദേശങ്ങളിലും ചിലപ്പോൾ ജലജീവൻ മിഷൻ ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കേണ്ട സാഹചര്യമുണ്ട്. നിങ്ങൾക്കറിയാം, കിലോമീറ്ററുകളോളം താണ്ടിപ്പോയി സ്ത്രീകൾ കുടത്തിൽ വെള്ളം എടുത്തു കൊണ്ടുവന്ന് വീട്ടിലെ ഗൃഹ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. കേരളത്തിൽ ജലജീവൻ മിഷൻ ചിലപ്പോൾ നമുക്ക് കുറച്ച് നടപ്പിലാക്കേണ്ട കുറവ് വരും. കാരണം സിറ്റികളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏരിയകളില്ലാതെ റൂറൽ പ്രദേശങ്ങളിൽ എത്ര കണ്ട് പൈപ്പ് ലൈനിൽ കൂടെ തന്നെ വെള്ളം കൊടുക്കണമെന്ന് നിഷ്കർഷിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനേക്കാളും ഉപരിയായി മറ്റു പല മേഖലകളിലായിരിക്കും നമുക്കിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ ചില പ്രോജക്റ്റുകളിൽ ഒരു കുറവുകളോ ഒരു മാറ്റങ്ങളോ ഉണ്ടാക്കുന്നതല്ലാതെ അടിസ്ഥാനപരമായി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലോ അതല്ലെങ്കിൽ ജനങ്ങളുടെ ലക്ഷ്യമിട്ടുകൊടുക്കുന്ന ഏത് പ്രോജക്റ്റിലാണ് സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കാൻ തന്നിട്ട് അല്ലെങ്കിൽ അത് അനുവദിച്ചതിന് ശേഷം കേരളം നടപ്പിലാക്കാതെ പോയത്? ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം സൂചിപ്പിക്കൂ. ഇവിടെ കേരളത്തിൽ എത്രയോ കാലങ്ങൾ കൊണ്ട് മുഴുവൻ വൈദ്യുതീകരിച്ച വീടുകളുള്ള ഒരു സംസ്ഥാനമാണ്. നമ്മൾ സമ്പൂർണ്ണ വൈദ്യുതിയൊക്കെ എന്നേ പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും നിങ്ങൾക്ക് പറയുന്നത് ഇവിടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കുട്ടികൾക്ക് ഇന്നും അറിയാം പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഉൾപ്പെടെ കൊടുത്ത് മുഴുവൻ കുട്ടികൾക്ക് സൗജന്യ ബുക്കുകൾ വിതരണം ചെയ്ത് മുഴുവൻ കുട്ടികളും ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ആരോഗ്യ മേഖലയിൽ നമുക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം ധനമന്ത്രി തന്നെ പല ഇതിലും സൂചിപ്പിച്ചു, കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും VIP ആയിട്ടുള്ള ഒരാളും അതോടൊപ്പം ഒരു സാധാരണക്കാരനും നമ്മുടെ പൊതു ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ ഒക്കെ നമ്മൾ ചികിത്സ നേടിയെങ്കിൽ എല്ലാവരെയും ഒരേ മനസ്സോടെ കണ്ടുകൊണ്ട് ഒരേ മനസ്സോടെ അവർക്കെല്ലാം ചികിത്സ സൗജന്യമായി കൊടുത്ത സംസ്ഥാനമാണ്. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകതകളൊന്നും നിങ്ങൾക്ക് മറ്റൊരു സംസ്ഥാനവുമായി കിടപിടിക്കാനോ അതല്ലെങ്കിൽ മത്സരിക്കാനോ മാർഗരേഖയാക്കാനോ പറ്റില്ല. കേരളം എന്ന് പറയുന്നത് വികസിത സംസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റുന്ന തരത്തിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള സംസ്ഥാനത്തിന് ഏത് തരത്തിലാണ് അവരെ സഹായിക്കേണ്ടത് എന്ന് നിങ്ങൾ പറയുന്ന ഈ ഫണ്ട് വിഹിതത്തിൻ്റെ ഇപ്പോഴും നിങ്ങൾ കണക്കാക്കുന്ന ജനസംഖ്യയും അതോടൊപ്പം ഭൂവിസ്തൃതിയും ഒക്കെ കണക്കിലാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് തരികയല്ല വേണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളം കൈവരിച്ച നേട്ടങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ കേരളത്തെ പരിഗണിക്കാം. ഒരു കാലഘട്ടത്തിലെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഇവിടെ ഞങ്ങൾ തരുന്ന വിഹിതം ഉപയോഗിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള കണക്കുകൾ കൊണ്ടുള്ള കളികളല്ലാതെ ഒരു കാലഘട്ടത്തിലും അത്തരത്തിൽ ഒരു അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു സംസ്ഥാനവും ഏറ്റെടുക്കാത്ത തരത്തിൽ വയനാട് ചൂരൽമല മുണ്ടക്കൈ വിഷയത്തിൽ ഈ ഗവൺമെൻറ് റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ളത് ഏറ്റെടുത്ത് മന്ത്രി മുന്നോട്ട് വെച്ചത് എന്താ? ഒരു ടൗൺഷിപ്പ് നിർമ്മാണം. മുഴുവൻ ആൾക്കാരെയും പുതുതായി പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി പല ചിന്ന ഭിന്നമായി പോയ മുഴുവൻ ആൾക്കാരും പല കുടുംബങ്ങളും പല സ്ഥലങ്ങളിലാണെങ്കിൽ അവരെ ഒരുമിച്ച് ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും ഒരു പഞ്ചായത്തിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ സാധാരണ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടൊരു പാക്കേജാണ്. അതിന് എത്ര രൂപ? ഇത് വളരെ നിങ്ങൾ അടിവരായിട്ട് സംസാരിക്കണം. നമുക്കത് പറയാൻ അത് അനുഭവിച്ചവർക്കും അവിടെ പോയി നിന്ന് കണ്ടവർക്കും അറിയാവൂ. കുഞ്ഞുങ്ങളെ വന്ന് കണ്ണു തുടച്ചിട്ടും അവരോടൊപ്പം ഇരുന്നിട്ടും അവരെ എടുത്ത് മടിയിൽ വെച്ചിട്ടും അവരോട് മൂക്കിൽ നിന്ന് വരുന്ന അഴുക്കെടുത്ത് മാറ്റിയിട്ടും ഒന്നും അല്ല നമ്മളൊരു മുഖ്യമന്ത്രിയോ അല്ലെ പ്രധാനമന്ത്രി ഒരു കേരളത്തിനോട് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തോട് കാണിക്കേണ്ട പെരുമാറ്റം. അതിൽ നിന്ന് വ്യത്യസ്തമായി എത്ര കണ്ട് അവിടത്തേക്കൊരു രൂപയുടെ മാറ്റം അല്ലെങ്കിൽ ഒരു പ്രത്യേക പാക്കേജ് നിങ്ങൾ അനുവദിച്ചു? ഒരു കാര്യഘട്ടത്തിലും ഇല്ല. ഇവിടെ കാർഷിക മേഖലയിലെ തളർച്ച, ഇവിടെ റേഷൻ കടകളിൽ സാധനമില്ല. ഈ പറയുന്ന ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ്. റേഷൻ കടയിൽ സാധനമില്ല എന്നും പറഞ്ഞുകൊണ്ട് എത്ര ജനങ്ങൾ ഇവിടെ വെളിയിലേക്ക് വന്നു? ഒരു സ്ഥലത്തും റേഷൻ കടയിൽ നിങ്ങൾ നൽകിയ വിഹിതത്തിനോടൊപ്പം കേരളം കൊടുക്കേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും, കാരണം ഇപ്പം അങ്ങനെയാണല്ലോ, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം ഇത്ര അരി എന്ന് വരെ കണക്കെഴുതി പ്രധാനമന്ത്രിയുടെ പടം വെച്ച് കൊടുക്കണമെന്ന് പറയുന്ന അല്പത്തമുള്ള ഒരു രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, നയതന്ത്ര മേഖലയിൽ പോലും നമുക്കൊരു പ്രത്യേക സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ പരിപാടികളിലും
പിണറായി വിജയന്റെ ചിത്രം കൊടുക്കാറുണ്ടല്ലോ. അത് ചിത്രം സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. കൊടുക്കുന്നതിനകത്ത് ഞാൻ മാഡത്തിലേക്ക് വരാം. പറഞ്ഞില്ലേ, മുഖ്യമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും ചിത്രം കൊടുത്തല്ലോ. പക്ഷേ ഇത്രയും നാളായി ഇപ്പോൾ നമ്മുടെ പിന്നെ കേരളം ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ കാലഘട്ടങ്ങളിൽ ഏത് സ്ഥലത്താണ് റേഷൻ കടകളിൽ എൻ്റെ പടം വെക്കണമെന്ന് സർക്കുലർ ഇറക്കിയ ഒരു പ്രധാനമന്ത്രി ഉണ്ടായ ഒരു ചരിത്രം? ഇവിടെ ഒരുപാട് പ്രധാനമന്ത്രിമാർ ഇതിനു മുൻപും ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഇവിടെ അന്നും ഉണ്ടായിരുന്നതാണ് റേഷൻ സബ്സിഡികളും റേഷൻ കടകളും പൊതുവിതരണ ശൃംഖലയും ഒക്കെ അന്നും ഉണ്ടായിരുന്നതാണ്. പക്ഷേ എൻ്റെ പടം ഉണ്ടെങ്കിലേ അത് കൊടുക്കൂ എന്നും ഞങ്ങൾ തരുന്നത് ഇത്രയാണെന്നും കണക്ക് കൊണ്ട് മാത്രം നിങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ പോലും അല്പം കാണിക്കുന്ന തരത്തിലേക്ക് അങ്ങനെ ഉണ്ടെങ്കിലേ റേഷൻ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. മറ്റൊന്ന് ഈ ഏത് പദ്ധതിക്കും കേന്ദ്ര സഹായം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏതൊരു പരിപാടിക്കും മുഖ്യമന്ത്രി പങ്കെടുത്താലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് ഒരു ബന്ധവുമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പടം ഉറപ്പായും എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പരസ്യങ്ങളിൽ ഇപ്പോൾ ഏതൊരു വകുപ്പിൻ്റെ പരസ്യം പത്രത്തിൽ നൽകിയാലും അതിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഒരു ഭരണ സംബന്ധമായ ഒരു കാര്യമായി മാത്രം കണ്ടാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ നടത്തുന്ന ഏത് പുതിയ പ്രഖ്യാപനങ്ങൾക്കും പദ്ധതികൾക്കും പുതിയ ഉദ്ഘാടനങ്ങൾക്കും എല്ലാം തന്നെ വെക്കേണ്ടതാണ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന നേതാവിൻ്റെ പടം.